തൊട്ടടുത്ത മുറികളിൽ നിന്നൊക്കെ ഓരോരുത്തരായിട്ട് വന്നു. അവരെ പലരും പരിചയപ്പെടുത്തി. അവരിൽ ചിലരെയൊക്കെ നിങ്ങളും അറിയും. മരിച്ചുപോയ തൊടുപുഴ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തെയും ജീവനോടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അയാളെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരുവല്ല ബേബി എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറെ പരിചയപ്പെട്ടു. ബിനിയിൽ വർക്ക് ചെയ്യുന്ന മുരളി എന്ന് പറയുന്ന ചെർപ്പളശ്ശേരിക്കാരൻ, അയാളെ പരിചയപ്പെട്ടു. അങ്ങനെ മോഹൻ പറഞ്ഞു, ഇനി ഞാൻ പെട്ടെന്ന് എനിക്ക് പോകണം, ഷൂട്ടിംഗാണ്, നീ ഒരു കാര്യം ചെയ്യും, കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ വൈകുന്നേരം വരാം. എനിക്ക് ഭക്ഷണം അവിടെ തൊട്ട് താഴെയുള്ള ഒരു ഇക്കാൻ്റെ കടയിൽ നിന്ന് അതും എനിക്ക് ഏർപ്പാട് ചെയ്തു. അങ്ങനെ മോഹൻ പോയി. വൈകുന്നേരം 7 മണിക്ക് മോഹൻ വന്നു. അത് കഴിഞ്ഞ് പലരും മോഹൻ്റെ അടുക്ക് എന്താ മോഹൻ ഒരു ഉഷാറില്ലാത്ത എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്താണ് അയാൾക്ക് ഉഷാറില്ലാത്തത്. എന്തായാലും ആ രാത്രി ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്ത് എന്നെ മോഹൻ ശ്യാമള സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. ശ്യാമള സ്റ്റുഡിയോയിൽ അന്ന് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറയുന്ന ആ നിർമ്മാതാവിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗാണ്. പടത്തിൻ്റെ പേര് നൃത്തശാല. ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നത് ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ ചെന്നപ്പോൾ ഒരു ബുൾഗാനി താടി വെച്ച് തടിച്ച് പൊക്കം കുറഞ്ഞ് ഒരാൾ, അയാളെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. മോഹനോട് പറഞ്ഞു, ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇയാളല്ലേ ലത്തീഫ് എന്ന് പറയുന്ന നടൻ. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻ പെട്ടെന്ന് ലത്തീഫിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബാഗ് വാങ്ങി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ ഭദ്രമായിട്ട് നീ വെക്കണം, നീ ഇത് കൊണ്ട് നടക്കണം, നീ ഇന്ന് മുതൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റാണ്. ഞാനും ഒരു ജോലി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, വെറുതെ ഷർട്ടും കൊണ്ടെടുത്ത ഒരാൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കിടന്ന് നടക്കുമ്പോൾ ഇയാൾ എന്തിനാണ് വന്നതെന്നുള്ളത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു ബാഗും എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഈ ബാഗ് ഈ പറഞ്ഞതുപോലെ ആർക്കും കൊടുക്കാതെ എൻ്റെ മാറോട് ചേർത്ത് ഞാൻ ഈ ബാഗും കൊണ്ട് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ നടക്കുക. രാത്രിയാകുമ്പോൾ തിരിച്ച് മിസ്റ്റർ ലത്തീഫ്, അദ്ദേഹത്തിന് ഞാൻ ലത്തീഫ് സാർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക, ലത്തീഫ് സാറിൻ്റെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ സ്ഥിരമായിട്ടുള്ള പരിപാടി. ആ സിനിമയിൽ പ്രേം നസീർ അഭിനയിക്കാൻ വേണ്ടി വന്നു. നസീർ സാറിനെ കണ്ടവഴിക്ക് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇവരൊക്കെ നമ്മൾ നേരിൽ കാണുകയാണ്. പ്രേം നസീർ, ജയഭാരതി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമായപ്പോൾ നസീർ സാറ് ഉണ്ട് പെട്ടെന്ന് മീശയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നത് കണ്ടു ചെയറിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം തന്നെ ഇദ്ദേഹം മീശൊക്കെ വെച്ചിരുന്നിട്ട് മീശ എടുത്ത് മാറ്റിയതായിരിക്കും, മേക്കപ്പ് മാറ്റിയതായിരിക്കും. പക്ഷെ അതല്ലായിരുന്നു, അദ്ദേഹം പ്രേമനവാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നസീർ സാറിനെയും പ്രേമനവാസിനെയൊക്കെ തെറ്റിയിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഈ ബാഗുമായിട്ട് ഞാനിങ്ങനെ നടക്കാറുണ്ട്. ശങ്കരാടി സാറിനെ പരിചയപ്പെട്ടു. ശങ്കരാടി ചേട്ടന് ഞങ്ങൾക്ക് അതിനേക്കാളും മുമ്പ് അറിയാം. പണ്ട് ഞാനും മോഹനൊക്കെ ഒരു നാടക കമ്പനി തുടങ്ങാൻ പോയപ്പോൾ ശങ്കരാടി ചേട്ടൻ ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ശങ്കരാടി ചേട്ടനൊക്കെ നേരത്തെ പരിചയപ്പെട്ട് എത്ര ഗുണമായിപ്പോയി. കാരണം ഇനിയുള്ള സിനിമകളിലൊക്കെ എനിക്ക് ഒരുപാട് ചാൻസ് ചിലപ്പോൾ ശങ്കരാടി ചേട്ടൻ പറഞ്ഞാലും എനിക്ക് കിട്ടും. അങ്ങനെ പലരെയും എന്നെ പരിചയപ്പെടുത്തി. ഈ ബാഗാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സൂക്ഷിച്ചാണ് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് എത്ര പണമുണ്ട് എന്ന് എനിക്കറിയാം. കാരണം സിനിമയുടെ പണം മുഴുവനും ഈ ബാഗിലാണ്. നിങ്ങൾക്കറിയാം, പ്രൊഡക്ഷൻ മാനേജർമാർ എപ്പോഴും ബാഗ് തുറക്കും, അതിൽ കാശെടുത്ത് ആൾക്കാർക്ക് കൊടുക്കും എന്നൊക്കെ വിചാരിച്ചു. ഒരു ദിവസം ഈ ബാഗ് കൊടുക്കാൻ ഞാൻ മറന്നതല്ല, ബാഗ് വാങ്ങാൻ ഈ ലത്തീഫ് സാർ മറന്നുപോയി. അദ്ദേഹം പോയി. അന്ന് രാത്രി ഞാൻ ഈ ബാഗ് തലയുടെ തൊട്ടടുത്ത് വെച്ച്, ഉമാലോഡ്ജിലാണെങ്കിൽ പണിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ബാഗ് അങ്ങ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കാലത്ത് ഞാൻ എന്ത് സമാധാനം പറയും. അതുകൊണ്ട് ഞാനിങ്ങനെ രാത്രി ഉറങ്ങുമ്പോഴും ഇടയ്ക്ക് ബാഗ് തപ്പി നോക്കും, ബാഗ് അവിടെ ഉണ്ട്. എന്നാലും രാത്രി ഏകദേശം ഒരു 12:30 ആയപ്പോൾ മോഹൻ്റെ അടുത്താണ് ഞാനും കിടക്കുന്നത്. ഇതിനകത്ത് എത്ര രൂപയുണ്ട് എന്താണ് ഒന്നറിയാൻ വേണ്ടി ഞാൻ ഈ ബാഗ് തുറന്നു നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ബാഗിനകത്ത് ഒറ്റ പൈസയില്ല. ഇതിനകത്ത് 2 വൗച്ചർ ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ ഇടയ്ക്കാണ് മുരളി മൂവീസ് രാമചന്ദ്രൻ, അദ്ദേഹം IV ശശിയെ വെച്ച് ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അന്നത്തെ പ്രസിദ്ധമായിട്ടുള്ളൊരു സിനിമയായിരുന്നു അവളുടെ രാവുകൾ എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന സിനിമയുടെ പേരാണ് ഉർവശി ഭാരതി. അതിനകത്ത് ചെമ്പരത്തി ശോഭനയൊക്കെ അഭിനയിക്കുന്നുണ്ട്, അടൂർ ബാസിയുണ്ട്, മീന ചേച്ചിയുണ്ട്. അപ്പോൾ അങ്ങനെ ആ സിനിമയ്ക്കകത്തും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോലിയോടൊപ്പം തന്നെ ഒരു റോൾ എനിക്ക് കിട്ടി. ആ റോൾ ഇതായിരുന്നു, ഒരു ചായക്കടയിൽ വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചായക്കടയുടെ ഉടമസ്ഥൻ്റെ മകളായിട്ടുള്ള ചെമ്പരത്തി ശോഭന വരികയും അവളെ കയറി ഞാൻ പിടിക്കുക, അവളെ പിടിച്ച് മടിയിൽ ഇരുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയും മീന ചേച്ചി ഒരു ചൂല് കൊണ്ടുവന്ന് എന്നെ അടിച്ച് അവിടുന്ന് ഓടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേഷമായിരുന്നു എനിക്ക് വേഷം. ആ വേഷം എന്ത് വേഷമാണെങ്കിലും അന്നത് വലിയ സംഭവമാണ്. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിലൊക്കെ നമുക്ക് ഞെളിഞ്ഞു നിൽക്കാം. അപ്പോൾ അങ്ങനെ ആ വേഷവും ചെയ്തു. ഈ മുരളി മൂവീസ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിർമ്മാതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി അന്ന് അദ്ദേഹം വളരെ അടുത്ത എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ഒരു നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. ഈ അടുത്താണ് അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഈ സമയത്തും ഞാൻ പല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും
ഈ റോൾ അന്വേഷിച്ച് ഞാൻ പോകാറുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ മഞ്ഞിലാസിൽ പോവും, അതുപോലെ സേതുമാധവൻ സാറിനെ കാണാൻ വേണ്ടി പോവും, AB രാജനെ കാണാൻ വേണ്ടി പോവും, അതുപോലെ ശശികുമാർ സാറിനെ, ഇങ്ങനെ ഇവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്തൊക്കെ. മോഹൻ പറഞ്ഞിരുന്നു എന്നോട്, വരട്ടെ, പേപ്പർ വർക്ക് നടക്കുന്നതല്ലേ ഉള്ളൂ, ഷൂട്ടിങ്ങിൻ്റെ സമയമാകുമ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യും, എന്തെങ്കിലും പറ്റുമെന്ന് അപ്പം നോക്കാം. പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അറിയപ്പെടുന്ന താരങ്ങളെ ഇട്ടാലേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കാശ് തരൂ. പിന്നെയുള്ളത് മുക്കിലും മുലയിലും നിൽക്കുന്ന പാസിംഗ് ക്യാരക്ടേഴ്സാ. അതിന് താൻ ചെന്ന് പ്രൊഡക്ഷൻ മാനേജരെയോ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോ കാണും. സാറൊരു വാക്ക് വിളിച്ച് പറഞ്ഞ അയ്യോ, എൻ്റെ തലയിൽ മാർവാടി പലിശയുടെ പെരുക്കം കിടന്ന് നുരയുകയാ. എൻ്റെ നാവിൽ നിന്ന് വല്ലതും കേൾക്കുന്നതിന് മുമ്പ് സ്ഥലം വിടും. പറഞ്ഞില്ലേ പടത്തിന്റെ കടലാസ് പണി നടക്കണേ ഉള്ളൂ. അതൊന്ന് തീർന്നിട്ട് വേണം ഷീല വേണോ ശാരദ വേണോ എന്ന് തീർച്ചയാക്കാൻ. അതിനു മുമ്പ് നിന്റെ റോള് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഉവ്വോ